വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ സെക്കൻഡ് ടേമിന് ഇവാലുവേഷൻ ഹിന്ദി 5ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോക്കൂ, ആദ്യ ഭാഗത്ത് എന്താ തന്നിരിക്കുന്നത്? ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെയുള്ളതിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? പേട് പർ ഏക് ഗിൽഹരി രഹത്തി थी, उसने एक दिन एक बंदर के देखे, बंदर पेड़ के नीचे बाल से खेल रहा था, गिलहरी भी उसके साथ खेलने लगी, दोनों खेलते खेलते तालाब से पास पहुँचे, बाल तालाब में गिरी, दोनों उदास हो गए, पेड़ पर कौन रहती थी? എന്താ ചോദിച്ചിരിക്കുന്നത്? പേട് പർ കോൻ രഹത്തി തി. ഇതിനകത്ത് തന്നെ ആൻസർ ഉണ്ട്. ഗിൽഹരി. ഏതാണ് ശരിയായ ഉത്തരം? ഇതാണ്, ഈ ആണ് ശരിയായ ഉത്തരം. ഏക് ദിൻ ഗിൽഹരിനെ കിസ്കെ ദേഖ. എന്താണ്? ബന്ദർ. എന്താണ്? ബന്ദർ. ഇവിടെ തന്നെ പാരഗ്രാഫിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് വച്ചിട്ട് എടുത്ത് എഴുതാൻ പറ്റും. ഏക് ദിൻ, ഏക്. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അത് ബന്ദർ കിസ്സെ കേൾ രഹാത്ത. എന്താണ്? ബാൽസെ. അല്ലേ? അതും അതിലുണ്ട്. ബാൻസെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4th ക്വസ്റ്റ്യൻ. സഹി പ്രസ്താവ് ചുൻകർ ലഘു. ഇതിനകത്ത് ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയായ പ്രസ്താവന? ഏതാണ്? ഗിൽഹരി ഓർ ബന്ദർ തലാബ് കെ പാസ് പഹുഞ്ച. ഏതാണ്? പഹുഞ്ചെ. ഇതാണ് ശരിയായ ഉത്തരം. തലാബ് മേ. ബാൽ കഹാം ഗിരി. ഏതാണ് ഇതിനകത്ത്? തലാബ് മേ. ഇതാണ് ശരിയായ ഉത്തരം. ഓക്കെ, സെക്കൻഡ് നോക്കൂ. രണ്ടാമത്തത് പേട് കാ ജാദു. पेड़ पर देखे चिड़िया बैठी है, चिड़िया के मैंने नहीं पाल, पेड़ के होने से वे आ गई. എന്താ ചോദിച്ചേക്കണേ? പേട് കെ ഹോനെ സെ വേ ആ ഗൈ. കോൻ ആ ഗൈ? ആരാണ്? ചിടിയ. ഏതാണ്? ചിടിയ. രണ്ടാമത്തെ എന്താ പറയണേ? पेड़ लगाऊंगे हरियाली फैलेहम, संदेश जोड़कर प्रकृति संरक्षण पर एक पोस्टर तैयार करो. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെ ബേസ് ചെയ്ത്. അപ്പം നിങ്ങൾ എന്താണ് ഒരു പിക്ചറൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ ഇതേ തന്നെ സെൻറ്റൻസ് എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഒരു പോസ്റ്റർ തയ്യാറാക്കാം. എങ്ങനെയാണ്? ഒരു പോസ്റ്റർ പോലെ ഒരു കോളൊക്കെ വരച്ചിട്ട് എന്താണ് ഒരു ചെടിയുടെ ഒരു മരത്തിൻ്റെ പടമൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. പേട്. ഇത് തന്നെ സെയിം ഇതായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇതേ സെൻറ്റൻസ് തന്നെ അവിടെ എഴുതിയാൽ മതി. ഇത് തന്നെ അങ്ങനെ എഴുതി വച്ചിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ ഉണ്ടാക്കാം. ഇത് തന്നെ ഈ സെൻറ്റൻസ് തന്നെ അവിടെ എഴുതിയിട്ട് ഒരു ട്രീയുടെ പടമൊക്കെ വരച്ചിട്ട് നിങ്ങൾ എന്താണ് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയാൽ മതി. അടുത്ത് നോക്കൂ. സൂചന അനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്പേഴ്സ് എഴുതാനാണ്. ആദ്യത്തിൽ 4 ബട്ടർഫ്ലൈസ് ആണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? 4 തിത്ലിയാം എന്ന് എഴുതി. അടുത്തിൽ എത്ര ഉണ്ടെന്ന് നോക്കി. 1 2 3 4 5 6 7 8 9. അല്ലേ? അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതണം? 9 എണ്ണം ഉള്ളത്. അപ്പം 9 അവിടെ എഴുതണം. അടുത്തത് എന്താ? 9 ഫുൾ. ഇനി അടുത്തത് 1 2 3 4 5 6. അടുത്തത് എത്രയാണ്? 6. അല്ലേ? അടുത്തതിൽ എത്രയാണ്? 1 2 3 4 5 6 7. അല്ലേ? 7 എണ്ണാണുള്ളത്. 7 ആം. അടുത്തതോ 2 അണ്ണാനാണുള്ളത്. അല്ലേ? ഗിൽഹരിയോ. അപ്പോൾ എങ്ങനെ എഴുതും? 2. 2 ആണെങ്കിൽ 1 2. അടുത്തത് ഒരു മച്ചിലിയുള്ളൂ, ഒരു ഫിഷുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 1. നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തേത് എന്താണ്? വർഷേ ആയി. അതൊരു കവിതയാണ് തന്നിരിക്കുന്നത്. കവിത വായിച്ചിട്ട് താഴെ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിതാസെ തുക്കാന്ത് ശബ്ദാവലി ദേ പങ്ക്തിയാം ചുൻകർ ലിഖോ. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? തുക്കാന്ത് ശബ്ദാവലി, അതായത് എന്താണ് നമ്മളുടെ റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈമിംഗ് വേർഡ്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ റൈമിംഗ് വേർഡ്സ്? ലഗാത്തെ, ബജാത്തെ. ഒരേ പ്രൊനൗൺസിയേഷൻ തന്നെയല്ലേ? ലഗാത്തെ, ബജാത്തെ. പിന്നെയോ സുനാത്ത,
എന്താണ് ദിഖാത്ത. ഇങ്ങനെയാണ് എഴുതേണ്ടത് റൈമിംഗ് വേർഡ്സ്. ഇനി അടുത്ത സഹി മിലാൻ കരോ, അതായത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ശരിയായത്. നിങ്ങൾക്ക് ഈ കവിതയിൽ നിന്ന് തന്നെ കിട്ടും. ചാഞ്ച് ബജാത്ത ഏതായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഏതാണ് ബജാത്ത? ആരാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? എന്താണ്? ചിങ്കൂർ. അപ്പം ഇതാണ് ശരിയായ ഉത്തരം. അടുത്തത് ഗീത് സുനാത്ത. ഗീത് സുനാത്ത എവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഗീത് സുനാത്ത അതാണ് പപ്പിഹ. ഏതാണ്? പപ്പിഹ. അടുത്തതോ നീച്ച് ദിഖാത്ത മോർ. ഇങ്ങനെ മാച്ച് ചെയ്യുക. കവിതയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് എഴുതാൻ വളരെ സിമ്പിളാണ് അല്ലേ? അടുത്തെന്താണ്? ഹവ ഓർ ധൂൽ. കവിത की एम पंक्तियां पढ़ें और प्रश्नों के उत्तर लिखും. താഴെ എന്താണ് ഹവ ഓർ ധൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കവിത തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് താഴ്ച വെച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഒന്നാമത്തെ എന്താ? കോൻ ധപ് സെ നീച്ചെ ആയി. ആരാണ് ഇതിനകത്ത്? എന്താണ് ഇതിനകത്ത് ആൻസർ? ധൂൽ. അപ്പം നമ്മൾ ആദ്യത്തെ ആൻസർ എന്തെന്ന് എഴുതേണ്ടത്? ധൂൽ. രണ്ടാമത്തെ എ ഏഷ്യവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖും. അതായത് ഈ ആശയം, താഴെ കൊടുത്തിരിക്കുന്ന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്ന് എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ധൂൽ ആങ്കോം പങ്കജ് ആകെ പീച്ചെ ഓർ ദായേം ബായേം ഘോജത്തി രഹി. അപ്പോൾ അതിന് എഴുതേണ്ടത് എത്രയാണ്? നിങ്ങളുടെ ഫസ്റ്റ് 2 ലൈൻസാണ് അതിന് എഴുതേണ്ടത്. ഇതാണ് ഏത് ആയിട്ട് എഴുതേണ്ടത്. ഒന്നാമത്തേന് ഇതാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ എന്താണ്? ഹവ സാംസോം ഖിഞ്ചിക്കർ ധൂൽക്കെ നീച്ചെ ചല രഹിത്തി. ഇതിന് രണ്ടാമത്തെ ഈ ലൈൻസ് രണ്ടുമാണ് എഴുതേണ്ടത്. ഇതാണ് ആയിൽ എഴുതേണ്ടത്. ആയിൽ എഴുതേണ്ടത് ഫസ്റ്റ് ഈ 2 ലൈൻസാണ് നിങ്ങൾ എഴുതേണ്ടത്. രണ്ടാമത്തേന് അങ്ങനെ ഈ 4 ലൈൻസും നിങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ആയിക്ക് ഫസ്റ്റ് 2 ലൈനും ആയിക്ക് സെക്കൻഡ് ആൻഡ് 2 ലൈൻസും. പ്രവർത്തനം 6 നോക്കൂ. എന്താണ്? താഴെ കുറച്ച് പിക്ചറുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിൽ ഓരോന്നും നടക്കുന്ന പ്രവൃത്തികൾ ആദ്യം ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഏറ്റവും ആദ്യത്തെ ഏതാണ്? ആദ്യത്തെ എന്താണ്? ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ബോൾ വെച്ചിട്ട് ചെയ്യാണ് അല്ലേ? അപ്പോൾ നിങ്ങളോട് അതിന് ചേരുന്ന സെൻറ്റൻസ് അത് ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ ഇതാണ്. മൂന്നാമത് കിടക്കുന്നത് ഖുഷി ഓർ ബൽക്കെ ഖേൽ രഹിത്തി. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഏതാണ്? രണ്ടാമത്തെ സെൻറ്റൻസ് തന്നെയാണ്. 2 ഇതാണ്. മൂന്നാമത്തെ എന്താണ്? ബോൾ പോയില്ലേ? മൂന്നാമത്തെ അപ്പോൾ ഏതാ എഴുതും? മൂന്നാമത്തെ താഴത്തെ ഖുഷി ഉദാസ്. നാലാമത്തെ എന്താണ്? കൊക്ക് വന്നിട്ട് എന്താണ്? കുറ്റി വന്നിട്ട് എന്ത് ചെയ്യുന്നു? ബോളിന് ഇത് ചെയ്യുന്നു. അതേതാണ്? അത് നാലാമത്തത് ഇത്. അഞ്ചാമത്തതാണ് ലാസ്റ്റ് എന്ത് കിടക്കുന്നത്. അപ്പം ഇതാണ് എഴുതേണ്ടത്. അപ്പോൾ ഓർഡർ എങ്ങനെയാണ്? 4, 2, 1, 5, 3 ഇതാണ് ഓർഡർ. അപ്പോൾ മക്കൾക്ക് ഉത്തരങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. Then see you again. Thank you.